सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। രാജ്യത്തിന്റെ സ്വത്തിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. അതിനർത്ഥം അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും വീതം വെക്കുമെന്നാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു, നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുക്കുമെന്ന്. എന്നിട്ട് നമ്മുടെ സ്വത്ത് വിതരണം ചെയ്യും. സഹോദരന്മാരെ, ഈ അർബൻ നക്സലുകൾ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും താലി പോലും പൊട്ടിക്കും. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ വർത്തമാനങ്ങളിൽ ഒന്ന് നടത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരുമായി ചിത്രീകരിച്ച ഈ പ്രസംഗം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയിട്ടില്ല. ആകാശം ഇടിഞ്ഞു വീണിട്ടില്ല. ഒന്ന് നെടുവീർപ്പിടാൻ പോലും കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം. വിദ്വേഷം മാത്രം വിളവെടുക്കപ്പെടുന്ന ഒരു കെട്ടകാലത്ത് വോട്ട് ചെയ്യാനാണ് നമുക്ക് വിധി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വോട്ടിന് വിദ്വേഷമോ? ജയിക്കാൻ വർഗീയത പറയണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനത്തിലാണ്ടോ? ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്നു. ഈ ചർച്ചയിൽ ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ പഴകുളം മധു കോൺഗ്രസ്, ശ്രീ ജേക്സി തോമസ് CPM എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ശങ്കുട്ടി ദാസ്, 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നരേന്ദ്രമോദിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രസംഗിക്കാം? 10 കൊല്ലത്തെ ഭരണ നേട്ടം, ഇനി ഒരു ടേം കൂടി കിട്ടിയാൽ ചെയ്യാൻ സാധ്യമാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പൊതുവെ പ്രതീക്ഷിക്കുക. അതിനപ്പുറത്ത് കടുത്ത വംശീയ വർഗീയ വിദ്വേഷം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇലക്ഷൻ കൈവിട്ടു പോയി, ഒന്നാം ഫേസ് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ബോധ്യം അങ്ങനെയാണോ? നോക്കൂ, അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന കാര്യം, അങ്ങ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാരയിലും പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രഭാഷണമാണത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിൽ രാജസ്ഥാനിന് വേണ്ടി, ബൻസ്വാരയ്ക്ക് വേണ്ടി, ജലോറിന് വേണ്ടി കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദിയുടെ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം ആ ചർച്ചയിൽ, ആ പ്രഭാഷണത്തിൽ ഉടനീളം അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഈ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. കേട്ടില്ല, ചോദ്യം കേട്ടില്ല. എന്തിന് വർഗീയത പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. മറ്റേത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം വർഗീയതയാണ് നോക്കൂ, അദ്ദേഹം വർഗീയതയാണ് പറഞ്ഞതെന്നുള്ളത് മാതൃഭൂമിയുടെയും അഭിലാഷ് മോഹന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആരോപണം മാത്രമാണ്. അങ്ങിവിടെ ഇതിന്റെ മുഖവുര പറയുന്ന സമയത്ത് തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗമാണിത് എന്ന ഒരു അന്തിമ വിധി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചർച്ചയില്ല. നോക്കൂ, ഈ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വർഗീയതയാണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് വിശദീകരിച്ചു തരണം. ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങൾ ആദ്യം ചോദിച്ചു, എന്തുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിക്ക് വികസനത്തെ പറ്റിയിട്ടോ ജനക്ഷേമ പറ്റിയിട്ടോ പറയാനില്ലെന്ന്. അവിടെ നടത്തിയിട്ടുള്ള ഓരോ വികസന പദ്ധതികളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ ജലലഭ്യത കുറവുള്ള സ്ഥലമാണ്. 12 കോടി പൈപ്പ് വാട്ടർ കണക്ഷനുകൾ നടത്തിയതിൽ 19 ലക്ഷം പൈപ്പ് വാട്ടർ കണക്ഷൻസ് രാജസ്ഥാനിലാണ് വന്നത്. അതിൽ ഈ പ്രഭാഷണം നടത്തിയിട്ടുള്ള ജലോറിലാണ് 3,75,000 പൈപ്പ് വാട്ടർ കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് 3 കോടി വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 1 ലക്ഷം വീടുകൾ ജലോറിലും 3 ലക്ഷം വീടുകൾ ബൻസ്വാരയിലുമാണ്. വീടുമൊന്നും തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കില്ല. തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കണമെങ്കിൽ മുസ്ലിം ഭാഷ വേണം. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണം, അവരെ ചീത്ത പറയണം എന്നുള്ള നില എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ രാജ്യത്തിന് മുഴുവനായി സബ്കാ സാത്ത് സബ്കാ വികാസ് ആണല്ലോ. അപ്പോ എല്ലാവർക്കും കുടിവെള്ളം കൊടുത്താൽ, എല്ലാവർക്കും വീട് നിർമ്മിച്ചു സർക്കാരിന് അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കാലോ. രാജസ്ഥാനിൽ കർഷകർക്ക് മാത്രം 800 കോടി രൂപ കർഷക സമ്മാൻ നിധിയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തിൽ ജനക്ഷേമ പദ്ധതികളാണ് അദ്ദേഹം വിശദീകരിച്ച മുഴുവൻ. പിന്നീട് നിങ്ങൾ ഈ പറയുന്ന വിവാദമായിട്ടുള്ള ഭാഗം, അവിടെ എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അത് രാഹുൽ ഗാന്ധി ഏപ്രിൽ 7-ാം തീയതി ഹൈദരാബാദിൽ നടത്തിയിട്ടുള്ള അപകടകരമാകുന്ന ഒരു ആവശ്യം എന്താണ്? കോൺഗ്രസ് അധികാരത്തിലേറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ഒരു സർവേ നടത്തും. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ OBC, SC, ST തുടങ്ങിയിട്ടുള്ള ജാതിപരമായിട്ടുള്ള സർവേ നടത്തിയിട്ട് ഓരോ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഇത്രയാണെന്ന് വ്യക്തമാക്കും. അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വെൽത്തിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ജനസംഖ്യ ആനുപാതികമായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസാണ് കോൺഗ്രസ് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന വിദഗ്ധർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസിനെ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണിയൊക്കെ എഴുതിയിട്ടുള്ള ഓഥർ വരെ
കോൺഗ്രസിന്റെ ഈ നയം എത്രത്തോളം അപകടകരമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സുപ്രസിദ്ധ ക്രിക്കറ്റ് താരമായിട്ടുള്ള വെങ്കടേഷ് പ്രസാദ് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇതൊരു അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം വിശദീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോമിസ് ആണ് അവർ ഈ രാജ്യത്തെ വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യും, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വേണം തുടങ്ങിയ റട്ടറിക്ക് ഏതെങ്കിലും അതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, നടക്കാൻ സാധ്യതയില്ല. നടത്തുന്നതിന് മറുപടി ഇതാണ്. നോക്കൂ, പ്രധാനമന്ത്രിയുടെ കൃത്യമായ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നേരത്തെ കേൾപ്പിച്ചല്ലോ. അതിന്റെ മലയാളം എന്താണ്? രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും അവർ വീതം വയ്ക്കും. രാജ്യത്തെ സ്വത്തിന്റെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ്, മുസൽമാന്മാരാണ് എന്ന് പണ്ട് പറഞ്ഞു. അവർ ഈ രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും വീതിക്കും എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ മൂന്നാമത്തെ മുസ്ലിം ഇൻഹാബിറ്റൻസ് കൂടുതലുള്ള രാജ്യമാണ്. പാകിസ്ഥാനും ഇന്തോനേഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 14% മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തെക്കുറിച്ച് നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റായ മൊമെന്റ് ആവാതിരിക്കുന്നത് എങ്ങനെയാണ്? നോക്കൂ, നിങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയാണ് ആ പ്രഭാഷണ ശകലത്തെ തർജ്ജമ. അവിടെ മുസ്ലിം ജനസമൂഹത്തെ പറ്റിയിട്ടല്ല നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞത്. ആ പ്രഭാഷണം മുഴുവൻ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്താണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് മുന്നേ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ വിഭവങ്ങളിലെ ഫസ്റ്റ് ക്ലെയിം മുസ്ലിമിനാണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 9, 2006 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ വാചകമാണ്, ദ മൈനോറിറ്റീസ് പർട്ടിക്കുലർലി ദ മുസ്ലിം ഷുഡ് ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓൺ ദ റിസോഴ്സസ് ഓഫ് ദ നേഷൻ. ഇത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് തർക്കിക്കാം. അന്ന് മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം എന്തായിരുന്നു എന്ന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് രണ്ടാമത് പറയാം. പക്ഷേ ഇവിടെ നോക്കൂ, ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: രാജ്യത്തെ സ്വത്തിന്റെ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നാണ് മുൻ സർക്കാർ മുമ്പ് ഭരിച്ച കോൺഗ്രസ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അവരിനി രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും, കൂടുതൽ കുട്ടികളുള്ളവർക്ക് വീതം വയ്ക്കും. അപ്പൊ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് വിളിച്ചത് ആരെയാണ്? മുസ്ലിങ്ങളെ അല്ലെങ്കിൽ? ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യത്തെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? അവര് ഓരോ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് അവർ സർവേ ചെയ്തിട്ട് ഓരോരുത്തരുടെയും സ്വകാര്യമായിട്ടുള്ള സമ്പാദ്യത്തിന് മേലേക്ക് അവർ കവർന്നെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ ആഭരണങ്ങൾ ഇതെല്ലാം അവർ കവർന്നെടുക്കാൻ പോവുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർണം എന്ന് പറയുന്നത് കേവലം ഷോപ്പീസ് മാത്രമല്ല, അവരുടെ സ്വാഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ഇവർ പിടിച്ചെടുത്തിട്ട് ജനസംഖ്യാനുപാതികമായിട്ട് ഇവർ വിതരണം ചെയ്യാൻ ഇവരുടെ തന്നെ ഞാൻ മുഴുവൻ പറയട്ടെ ആർക്കാണ് ഇവർ വിതരണം ചെയ്യാൻ പോകുന്നത്? ഇവരുടെ തന്നെ മുൻ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞത് രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് മേലെ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഇവർ ചെയ്യുന്നത്? അതോ ഇവർ കൂടുതൽ കുട്ടികളുള്ള ആൾക്കാണോ ഇവർ വിതരണം ചെയ്യാൻ പോകുന്നത്? ഇവർ നുഴഞ്ഞുകയറ്റക്കാർക്കാണോ ഇവർ വിതരണം ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ബാക്കിംഗ് ഉണ്ട്. മുസ്ലിങ്ങൾക്കാണോ വിതരണം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2006 ഡിസംബർ 9 പറഞ്ഞു. 2006 ഡിസംബറിൽ ഞാൻ അത് പിന്നീട് രണ്ടാമത് തർക്കിക്കാമെന്ന് വിചാരിച്ചാണ്. 2006 ഡിസംബറിൽ എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്? അദ്ദേഹം സമൂഹത്തിന്റെ തുല്യമായ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം SC, ST, OBC, വുമൺ, ചിൽഡ്രൻ ആൻഡ് മൈനോറിറ്റീസ് ഈ വിഭാഗങ്ങളുടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു വാചകം തന്നെ, അതിലെ ഏറ്റവും ഒടുവിലത്തെ സെന്റൻസ് വളച്ചൊടിച്ചിട്ടാണ് മൻമോഹൻ സിംഗ് ഇവിടുത്തെ സ്വത്തിന്റെ ആദ്യത്തെ അവകാശി മുസ്ലിമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ വാചകങ്ങൾ ഇങ്ങനെയാണ്: വൈൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. അല്ല, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ വെൽഫെയർ ഓഫ് വീക്കർ ആൻഡ് മാർജിനലൈസ്ഡ് സെക്ഷൻ എന്ന് ആ നിലയ്ക്ക് മുഴുവൻ ഈ പറഞ്ഞ മാർജിനലൈസ്ഡ് സെക്ഷനെ കുറിച്ചും പറഞ്ഞ ഇന്ത്യ മസ്റ്റ് ഷൈൻ ബട്ട് ഷൈൻ ഫോർ ഓൾ എന്ന് പറയുന്ന അന്നത്തെ 2006 പ്രസംഗത്തിലെ ഒരു ഭാഗത്തിലെ ഒരു ഭാഗം എടുത്താലും കുഴപ്പമില്ല, ഒരു വാചകമാണ് വേറൊരു തരത്തിൽ ഞാൻ കേട്ടതാണ്. എനിക്കറിയാം എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്. നിങ്ങൾ മൻമോഹൻ സിംഗിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ന്യായീകരിക്കലല്ല, അദ്ദേഹം പറഞ്ഞെന്താന്ന് പറയാം. രാജ്യത്തെ വിഭവങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന കാഴ്ചപ്പാട് പുലർത്തേണ്ട ഒരു സർക്കാർ അതിന്റെ പ്രാഥമിക അവകാശം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണെന്ന് പറഞ്ഞത് തെറ്റ്. രാജ്യത്തിന്റെ വിഭവങ്ങൾ മതാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് തെറ്റ്. ആ തെറ്റിനെ തെറ്റെന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറല്ല. എന്നാൽ അതിനെ പരാമർശിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു സാമ്പത്തിക നയത്തെ നിലവിലെ പ്രധാനമന്ത്രി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തെ മുഴുവൻ വിസ്മരിച്ചിട്ട് അതിനെ ആ ഭാഗത്തെ മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ തർജ്ജമ ചെയ്തുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ്. തെറ്റായിട്ടുള്ളൊരു കാര്യത്തെ നിങ്ങൾ ന്യായീകരിക്കുക
ന്യായീകരിക്കുകയും ചെയ്യുന്നു, ശരിയായിട്ടുള്ളൊരു കാര്യത്തെ നിങ്ങൾ മോശമായി വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഇവിടുത്തെ മാധ്യമ അജണ്ട വളരെ കൃത്യമായി കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയം എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്നതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ സ്വയാർജിതമായിട്ടുള്ള സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ സർവേ നടത്തിയിട്ട് അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് പൊസഷൻ വരെ, സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള പൊസഷൻ വരെ കണക്കെടുത്തുകൊണ്ട് ഇത് ജനസംഖ്യ ആനുപാതികമായിട്ട് വിതരണം ചെയ്യണം. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഈ രാജ്യത്തെ 90% ജനങ്ങൾ SC, ST, OBC വിഭാഗത്തിൽ പെടുന്നവരാണ്. എന്നാൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി നോക്കുമ്പോൾ അവർക്ക് അത്രയും ആനുപാതികമായി കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ സ്വത്ത് എടുത്തിട്ട് ഇതിന്റെ 90% SC, ST, OBC വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറയുന്നത് എന്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണ്ണം ഒക്കെ അവിടുന്ന് പിടിച്ചു പറിച്ചെടുത്തിട്ട് അത് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞോ? ആരാണ് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിലല്ലേ ഇരിക്കുന്നത്, കേരളത്തിൽ അക്ഷരാഭ്യാസമുള്ള ജനങ്ങളല്ലേ, അവർക്ക് മനസ്സിലാവില്ലേ? ഞാൻ അങ്ങയിലേക്ക് വരാം. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് കൂടി കേൾക്കാം. ശ്രീ പഴകുളം മധു, ഇത് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയാണെന്നാണ് BJPയുടെ ഉത്തരം. അഭിലാഷ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്ര നീചമായ വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രസംഗം നടത്തിയപ്പോൾ BJP ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ശങ്കു ടി ദാസ് അതിനൊൽപ്പം പോലും ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇത്ര നീചമായിട്ടുള്ള, ഇത്ര വെറുക്കപ്പെടേണ്ട വാക്കുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ നടത്തുക, അദ്ദേഹം ഭരിക്കുന്ന ജനങ്ങളിലെ 20% വരുന്ന ഒരു വിഭാഗത്തെ വേട്ട നായ്ക്കൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, അവരുടെ ഇവിടെ തീവ്ര മതവികാരമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്? അദ്ദേഹം 2006 പറഞ്ഞത് BJPയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഭയവിഹ്വലരായ ഒരു കാലത്ത്, ഹതാശരായ ഒരു കാലത്താണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. അവരാകെ ഭയാശങ്കയിലായിരുന്നു, അവരാകെ നഷ്ടബോധത്തിലായിരുന്നു, വിശ്വാസമില്ലായ്മയായിരുന്നു. അവരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വത്തിൽ തുല്യ അവകാശമുള്ളവരാണ്. നിങ്ങൾക്കാണ് ഒന്നാമത്തെ അവകാശം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, അതില്ലാതാകില്ല. അത് ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും എല്ലാം തുല്യാവകാശം ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് 2006 പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം 10 വർഷം ഇന്ത്യ ഭരിച്ചു. ഇന്നലെ പ്രസംഗിച്ച നരേന്ദ്രമോദി ആ 10 വർഷക്കാലത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ മംഗല്യസൂത്രം മൻമോഹൻ സിംഗ് എടുത്ത് ഈ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന, കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന് ഈ മനുഷ്യൻ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കൂടുതലുണ്ടോ? അദ്ദേഹത്തിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഏതെങ്കിലും നീതികേട് ഇന്ത്യയിലെ ഏതെങ്കിലും പൗരന്മാരോട് മൻമോഹൻ സിംഗ് കാണിച്ചിട്ടുണ്ടോ? അഭിലാഷേ, 20% വരുന്ന ജനസംഖ്യ ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ 1.5 ലക്ഷം കോടി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള, ഇന്ത്യയിൽ ബാങ്കുകളെ കബളിപ്പിച്ച് വിദേശ രാജ്യത്തേക്ക് കടന്ന നീരവ് മോദി, ലളിത് മോദി, മാല്യ തുടങ്ങിയ ഏതെങ്കിലും ശതകോടീശ്വരന്മാരിൽ ഏതെങ്കിലും ഒരാൾ ആ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ 80% വരുന്ന ഹിന്ദുക്കളെ, അവരുടെ വ്യവസായത്തെ, സ്വത്തിനെ, അവരുടെ മംഗല്യസൂത്രത്തെ എന്ന് ഏത് മുസ്ലിമാണ് കവർന്നെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്? ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചറിഞ്ഞ നരേന്ദ്രമോദി ഭയം കൊണ്ട്, പരാജയ ഭീതി കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്തെ ജനതയെ ധ്രുവീകരിച്ച്, വർഗീയമായി ധ്രുവീകരിക്കാൻ നടത്തിയിട്ടുള്ള ഹേറ്റ് സ്പീച്ചാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരിടത്തും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ത്യയിൽ 1 ലക്ഷം പ്രകടന പത്രിക നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്, ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും. എന്താണിത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തും പറയാൻ യാതൊരു ഭയവുമില്ലാത്ത, ഭയപ്പെടുമ്പോഴൊക്കെ രാജാവ് ജാതിയും മതവും പറയുന്നു, പെരുന്നുണ അടിച്ചിറക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, സ്വന്തം അംഗരക്ഷസേനയിൽ സിഖ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ട്. സിഖ് സമുദായം ഇന്ദിരാജിക്കെതിരായി വധഭീഷണി മുഴക്കിയിരിക്കുന്നു, അവരെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളെ എൻ്റെ ജീവൻ്റെ പേരിൽ ഞാൻ എൻ്റെ സേനയിൽ നിന്നും മാറ്റി നിർത്തിയാൽ
പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യയല്ല ശരി. എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി ഇരുന്ന കസേരയിൽ ഇരിക്കാൻ ഈ മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? ശരി, അതാണ് കോൺഗ്രസ് ഞാൻ നിർത്തില്ല, പറയൂ, കേൾക്കൂ, ഒരുപാട് കൂടി. ഒരു വാചകം കൂടി പെട്ടെന്ന്. എനിക്ക് ഇവരോട് പറയാനുള്ളത്, ചാണകം, പശു എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവ് ജനിച്ച നാടാണ് ഇന്ത്യ. ഈശ്വര തേരെ നാം എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കരുത്. എന്താണ്, അല്ല ഒരു കാര്യം കൂടി, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി. Earlier, when they were in power, they said Muslims have the first right to the wealth of the nation. This means they will distribute the wealth to those who have more children. To infiltrators, should your hard-earned money be given to infiltrators? Do you agree with this? The gold owned by mothers and daughters and are redistributing. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സഹോദരിമാരെ, അമ്മമാരെ, മംഗല്യസൂത്രം, സ്വർണം അത് പിടിച്ചു പറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്ര മര്യാദകേട് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ കഴിയുമോ? ഈ മനുഷ്യൻ എങ്ങോട്ടാണ് ഇന്ത്യ നയിക്കുന്നത്? നമുക്ക് ഡൽഹിയിൽ ചെന്നാൽ അഭിലാഷേ, ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ആ ഇന്ത്യ ഗേറ്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച തീർച്ചയായും അതൊക്കെ ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഒരുപാട് പേരുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ഓക്കെ, ശരി. ശ്രീ ശങ്കുട്ടി ദാസ്, ഇത് 2006 മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ഡിഫൻസ്. മൻമോഹൻ സിംഗ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം പാർശ്വവൽകൃത സമൂഹത്തിന്റെ ആകെ വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം SC/STസിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം OBC വിഭാഗങ്ങളെ കുറിച്ച്, വനിതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദ കോമ്പണന്റ് പ്ലാൻസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിൽ നീഡ് ടു ബി revitalized. We will have to devise innovative plans to ensure that the minorities, particularly the Muslim minority, are empowered to share equitable in the fruits of development. They must have the first claim on resources എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കുമ്പോൾ, നമ്മുടെ നാട് വികസിക്കുമ്പോൾ ആ വികസനത്തിന്റെ ഫലങ്ങൾ ഇക്വിറ്റബിളായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി കിട്ടണം എന്ന് പറഞ്ഞതിന്റെ അടുത്ത വരിയായിട്ടാണ് അവർക്കാണ് വിഭവങ്ങളിലെ ആദ്യത്തെ അവകാശം എന്ന് പറഞ്ഞത്. അതെന്താണ് എന്ന് സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെ പിടിച്ച് എൻ്റെ ചോദ്യം, ശരി, ഇനിയിപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണെങ്കിൽ അങ്ങനെയും ആവാം. അതിനപ്പുറത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് ഏത് നുഴഞ്ഞുകയറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്? അത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? അതിന് ഒരു ഉത്തരം കിട്ടിയാൽ മതി. നോക്കൂ, ഇതിന് ഓരോന്നിനും ഞാൻ ഉത്തരം തരാം. നിങ്ങൾ ആദ്യം ഈ വാചകത്തെ നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്ത രീതി ശരിയല്ല, അതിനെ തർജ്ജമ ചെയ്ത രീതി ശരിയല്ല. പ്രധാനമന്ത്രി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനെ 3 ഒരൊറ്റ വാചകമായിട്ട് നിങ്ങൾ തർജ്ജമ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവര് ഈ പറയുന്ന രാജ്യത്തെ മൊത്തം സമ്പാദ്യം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുമ്പോൾ ഇവർ ആർക്കാണ് കൊടുക്കുന്നത്? 2006 മൻമോഹൻ സിംഗ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവര് രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണോ ചെയ്യുന്നത്? രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പോയിന്റാണ് ഇവര് എന്താ പറയുക, ജനസംഖ്യാനുപാതികമായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങ് വാട്സ്ആപ്പ് ഫോർവേഡ് മുഴുവൻ വായിക്കുന്ന സമയത്ത് ഇന്ത്യ ഗേറ്റിലുള്ള ആളുകളുടെ പേരുകളൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. ഒറ്റ മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞോളൂ. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വഴങ്ങി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശങ്കുട്ടി ദാസേ, നിങ്ങളോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വത്ത് തുല്യമായി വീതിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും അതിക്രമിച്ച് കയറി, അല്ലെങ്കിൽ സർക്കാർ അതിക്രമിച്ച് കയറി അവരുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി കൊടുക്കുമെന്നാണോ? നിങ്ങൾ ഏത് പ്രാകൃത യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളെ പോലെ വിദ്യാസമ്പന്നനായ ഒരു യുവ വിവരമില്ലാത്ത പ്രധാനമന്ത്രിക്ക് പറയാം, നിങ്ങൾ ഇത് പറയാമോ? വിദ്വേഷം പരത്തരുത്. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ശരി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അങ്ങയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹൈദരാബാദിലെ പൊതു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റ് സെൻസസ് നടത്തും. ആ കാസ്റ്റ് സെൻസസ് നടത്തിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം എത്രയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. OBCകളുടെ പ്രാതിനിധ്യം എത്രയാണ്, SC/ST പ്രാതിനിധ്യം എത്രയാണ്, മറ്റവശ്യ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഇതിനുശേഷം ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ ഞങ്ങൾ നടത്തും. ഓരോ ആളുകളുടെയും കൈവശമുള്ള വ്യക്തിഗതമായിട്ടുള്ള സമ്പാദ്യത്തിന്റെ പോലും കണക്ക് ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും.
ജനസംഖ്യയുടെ വലിയൊരു ശതമാനമുള്ള SC, ST, OBC വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന വിഭവങ്ങളുടെ വലിയൊരു പങ്ക് കിട്ടുന്നില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല. അത് കിട്ടുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള സ്വത്തിന്റെ ഇൻവെന്ററി എടുത്തിട്ട് ഇത് എന്താ പറയുക മെജോറിറ്റി വൈസിൽ, അതായത് ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ കാര്യത്തിൽ അങ്ങേക്ക് സംശയമൊന്നും വേണ്ട. നിങ്ങൾ അധികാരത്തിലേറിയാൽ അത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിലേറാനോ അത് ചെയ്യാനോ സാധിക്കില്ല. നോക്കൂ, അത് എത്രത്തോളം ഒരു തെറ്റായിട്ടുള്ള സാമ്പത്തിക നയമാണെന്നതിന് ലോകത്തെ എല്ലായിടത്തും ഉദാഹരണങ്ങളുണ്ട്. ഒരു അധ്വാനിക്കുന്ന ഒരാൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീമാൻ പഴകുളം മധു, അങ്ങയുടെ അതേ പ്രായത്തിൽ അങ്ങയുടെ അതേ കാലഘട്ടത്തിൽ ജനിച്ച, അങ്ങയുടെ അതേ സ്കൂളിൽ പഠിച്ച, അങ്ങയുടെ അതേ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്ന ഒരാൾ. പക്ഷേ അയാളൊരു മടിയനായിരുന്നു, അയാൾ ജോലിക്കൊന്നും പോയിരുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് വളർന്നു, നിങ്ങൾ ജോലി സമ്പാദിച്ചു, നിങ്ങൾ സമ്പാദിച്ചു. നാളെ ഒരു സർക്കാർ അധികാരത്തിലേറിയിട്ട് പറയുകയാണ് പഴകുളം മധുവും മറ്റേ ആളും ഒരേ ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുള്ള ആൾ, ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, മറ്റാൾക്ക് ഒന്നുമില്ല. അത് ശരിയല്ല. അതുകൊണ്ട് ഇയാളുടെ 25 ലക്ഷം എടുത്ത് മറ്റാൾക്ക് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധ്വാനിക്കുന്ന ആളുകൾ ഇല്ലാണ്ടായി പോകും. ഇവിടെ ആരെയാണ് നമ്മൾ ഇൻസെന്റിവൈസ് ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്? അധ്വാനിക്കുന്ന ആളുകളെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നു, അധ്വാനിക്കാതിരിക്കുന്ന ആളുകളെ ഇൻസെന്റിവൈസ് രാജ്യത്തിന്റെ വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യ സ്വത്ത് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണോ? ആ നിലയ്ക്ക് ഒരു കാര്യത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഞാൻ ചോദിച്ച മൗലികമായ ചോദ്യം, ഇനിയിപ്പോ നിങ്ങളുടെ ചാർജ് കോൺഗ്രസ് മുസ്ലിങ്ങൾക്കാണ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ പ്രാഥമിക അവകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ സ്വത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നാണ് ഇനിയിപ്പോ നിങ്ങളുടെ ആരോപണമെങ്കിൽ എന്തിനാണ് അവരെ ഈ തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാർ, അവരെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ ഡീമോണൈസ് ചെയ്യുന്നത്? എന്തിനാണ് ഒരു സമൂഹത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ സമൂഹത്തിന്റെ 14.5% വരുന്ന ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു ജനസമൂഹത്തോട് ഈ തരത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു സമൂഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യുക? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ? ശ്രീ അഭിലാഷ്, നിങ്ങൾ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടതായി ഭാവിക്കുന്നില്ല. ഒരു തവണയും കൂടി എനിക്ക് അവസരം തരൂ. ഇവിടെ പ്രധാനമന്ത്രി മുസ്ലിം സമൂഹത്തെ എല്ലാം നുഴഞ്ഞുകയറ്റക്കാരെന്നോ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നോ വിളിച്ചത് പ്രസ്താവനകളാണ്. ഇതിനെ മൂന്നായി കാണണം. ഞാൻ പറയാം ഓരോന്നിന്റെയും ഫാക്ച്വൽ ആയിട്ടുള്ള പിൻബലം ഞാൻ പറയാം. പ്രധാനമന്ത്രി ചോദിക്കുന്നു, നിങ്ങൾ ഈ സ്വത്ത് മുഴുവൻ ഏറ്റെടുത്തിട്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ 2006 പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്? അതൊരു ചോദ്യം. അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള പിൻബലം എന്താ? 2006 മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് അതിന്റെ ഫാക്ച്വൽ ആയിട്ട് പിന്തുണ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജനസംഖ്യ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കാണോ കൊടുക്കുന്നത്? കാരണം രാഹുൽ ഗാന്ധി പറയുന്നു ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുക്കുക. ഓരോരുത്തരുടെയും എത്രയാണോ റെപ്രസെന്റേഷൻ, ജിത്ന ഉപാധി ഉത്ന ഹക്ക്, ഇത് രാഹുൽ ഗാന്ധി വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. എത്രയാണോ നിങ്ങളുടെ ജനസംഖ്യ അത്രത്തോളം നിങ്ങൾക്ക് അവകാശം. അപ്പൊ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കാണോ കൊടുക്കുന്നതെന്ന് പറഞ്ഞതിന്റെ ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്താ? രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്കാണോ കൊടുക്കുന്നത്? കാരണം എന്താ? ഇവിടെ CAA വിഷയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന അഭയാർത്ഥികളെ മാത്രമല്ല നുഴഞ്ഞുകയറ്റക്കാരെയും അതേപോലെ പരിഗണിക്കണമെന്ന് വാദിച്ചിരുന്ന ആളുകളാണ് കോൺഗ്രസ്. റോഹിംഗ്യയിൽ നിന്നുള്ള മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യകൾക്ക് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ജീവന് വേണ്ടി ഓടി വരുന്ന അഭയാർത്ഥിയുടെ അതേ സ്റ്റാറ്റസ് കൊടുക്കണമെന്നാണ്. NRC ഉണ്ടാവുന്ന സമയത്ത് NRC നടപ്പാക്കാൻ പാടില്ല. രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇവിടെയുള്ള പൗരത്വം അനുവദിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് പൗരത്വം നിഷേധിക്കരുത്, നുഴഞ്ഞുകയറ്റക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ രാജ്യത്തെ വിഭവങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണമെന്നാണോ നിങ്ങളുടെ വാദം? മൂന്ന് കാര്യത്തിനും കോൺഗ്രസിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിന്റെ ഫാക്ച്വൽ പിന്തുണയുണ്ട്. ഈ പിന്തുണ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇതാണ് ഇതിന്റെ താങ്കൾ ഈ പറയുന്നത് പോലെ ഒന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. CAA കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ അടുത്തടുത്ത വാചകങ്ങളിൽ ആദ്യത്തെ വാചകം എന്താ? നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആദ്യം നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്വത്തിന്റെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ സെന്റൻസ്. തൊട്ടടുത്ത സെന്റൻസ് അതിനർത്ഥം അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും വീതം വെക്കുമെന്നാണ്. തൊട്ടടുത്ത സെന്റൻസ് ആണ് അത്. അതിനുശേഷമുള്ള സെന്റൻസ് നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ? ഇത് മൂന്നാമത്തെ സെന്റൻസ്. ഇത് അടുക്കി വരികയാണ്. അതിന്റെ ഇടയ്ക്ക് വേറെ CAA കുറിച്ചോ താങ്കൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചോ ജനസംഖ്യാ വിസ്ഫോടനത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുസ്ലിം പരാമർശം ഒന്നാമത്തെ വരിയിൽ, രണ്ടാമത്തെ വരിയിലാണ് നുഴഞ്ഞുകയറ്റവും പിന്നെ കുട്ടികൾ ഉണ്ടാക്കലും.
അത് വളരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആയി ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ശ്രീമാൻ അഭിലാഷ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആവശ്യമുണ്ടോ? നിങ്ങൾ ഇത് ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ ഈ വരിയുടെ എണ്ണം കണക്കാക്കുന്നത്? നിങ്ങളുടെ വെള്ളക്കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള വരിയിൽ ആദ്യത്തെ വരി അതായതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറഞ്ഞ കാര്യം മൻമോഹൻ മുസ്ലിം ഷുഡ് ഹാവ് ഫസ്റ്റ് ക്ലെയിം എന്ന് പറഞ്ഞത് എടുക്കുമ്പോൾ നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രഭാഷണം മുഴുവൻ കേൾക്കണമെന്ന് പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള പ്രഭാഷണത്തിലെ അവസാന ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾ അതാണ് ആദ്യത്തെ വരി എന്ന് പറയുന്നത്. അതിന്റെ മുഴുവനുള്ള വരികളൊന്നും അതിന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ മോദിയുടെ 3 വരികൾ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിന്റെ 3 വരികൾ പറഞ്ഞാൽ വളരെ ക്ലിയർ ആവും കാര്യങ്ങൾ. മൻമോഹൻ സിംഗ് പറഞ്ഞത് നമ്മുടെ സമൂഹം വികസിക്കുമ്പോൾ, രാജ്യം വികസിക്കുമ്പോൾ അതിന്റെ ഈക്വൽ ആയി എല്ലാവർക്കും കിട്ടണം എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. നരേന്ദ്രമോദി പറഞ്ഞത് ഇതും ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറയാണ് ദ മെജോറിറ്റി ഓഫ് ദിസ് നേഷൻ പർട്ടിക്കുലർലി ദ ഹിന്ദു ഷുഡ് ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓവർ ദ റിസോഴ്സസ് ഓഫ് ദിസ് കൺട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? അത് നിങ്ങൾ ചന്ദ്രഹാസ് ഇളക്കില്ലേ? ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതൃത്വം തകർന്നു തരിപ്പടായി എന്ന് നിങ്ങൾ തന്നെ ചന്ദ്രഹാസം എടുത്ത് വെട്ടി വെളിച്ചപ്പെട്ടില്ലേ? അതേ സ്ഥാനത്ത് പ്രധാനമന്ത്രി ന്യൂനപക്ഷത്തിനാണ് അവകാശം, അതിൽ തന്നെ മുസ്ലിങ്ങൾക്കാണ് അവകാശം എന്ന് പറയുമ്പോൾ അതെന്താ ഒരു പ്രശ്നമില്ല? ഇതെന്താ വിഭവത്തിന്റെ മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത് പിറ്റേന്ന്? അതായത് ഈ പറഞ്ഞ 2006 ഡിസംബറിലെ ഈ ദിവസത്തിന്റെ തൊട്ട് പിറ്റേന്ന് PMO തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ, നമുക്ക് മൈനോറിറ്റീസിനെ എംപവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ സമൂഹം വികസിക്കുമ്പോൾ ആ വികസനത്തിന് അനുസൃതമായി അതിന്റെ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്ന വിധത്തിൽ, ഇക്വിറ്റബിൾ ആയി കിട്ടുന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ എംപവർ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. മൈനോറിറ്റി എന്ന് പറയുന്നത്, ഇനി ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, മൈനോറിറ്റി എന്ന് പറയുന്നത് പ്രത്യേക പരിഗണന വേണ്ട ഒരു ക്ലാസ് ആണെന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താ ഒരു വിഭാഗത്തിന് പർട്ടിക്കുലർ മൈനോറിറ്റീനെ അപ്ലിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലെ പർട്ടിക്കുലർലി ദ മുസ്ലിം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണ്? മൈനോറിറ്റി സാമൂഹിക സുരക്ഷ വേണ്ട, അവശതയിൽ നിന്നും ഒരു സാമൂഹിക വിഭാഗമാണെന്ന് എടുത്താൽ അവർക്കിടയിൽ എന്താണ് പ്രത്യേക കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങളുടെ സവിശേഷമായ പിന്നാക്കാവാസം സംബന്ധിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സജീവമായ ചർച്ചയിലുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത്. എസ് സി വിഭാഗങ്ങൾക്കിടയിലോ OBC-യിലെ മറ്റു വിഭാഗങ്ങൾക്കിടയിലോ പിന്നാക്കാവസ്ഥ ഉണ്ടായിരുന്നില്ലേ 2004, 2006 കാലഘട്ടത്തിൽ? ായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പോളറൈസേഷൻ ആണ് അവിടെ ചെയ്തത്. ഇതിനെയാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുക. അത് കോൺഗ്രസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിനെ എന്താണ് വാചകം ആദ്യത്തെ തൊട്ട് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അത് SC/ST നോക്കൂ, അത് ഞാൻ നേരത്തെ അത് വായിച്ചു, താങ്കൾ കേട്ടതായിരിക്കും. താങ്കൾ ആ പ്രസംഗം അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളെ റീവൈറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം, SC/ST വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മൈനോറിറ്റീസ് പർട്ടിക്കുലർലി ദ മുസ്ലിംസ് പറഞ്ഞത്. അദ്ദേഹം ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചും ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പ്രധാനമന്ത്രിമാരുടെ പ്രസ്താവനകളെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ മുൻവിധികളും എങ്ങനെയാണ് മാറി നരേന്ദ്രമോദി വളരെ കൃത്യമായി ഉന്നം വെച്ചത് ഒരു ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത് കുറ്റകരമാണെന്ന മുൻവിധിയോടുകൂടി നിങ്ങൾ കേൾക്കുന്നു. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തി നിങ്ങൾ ആദ്യമേ അന്തിമ തീർപ്പ് പറയുന്നു. അങ്ങനെയല്ല ശ്രീ ശങ്കു. ഒന്ന്, ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് താങ്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, BJP-ക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, എന്റെയും ശ്രീ പഴകുളം മധുവിന്റെയും ശ്രീ ജയിക്കിന്റെയും ഈ നാട്ടിലെ ഹിന്ദു, മുസ്ലിം, സിഖ്, ജൈന, ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ജനവിഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ കോട്ട് ചെയ്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ പറഞ്ഞ ന്യൂനപക്ഷത്തെ ആവട്ടെ മറ്റ് ജനവിഭാഗങ്ങളെ ആവട്ടെ അവരെ എംപവർ ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രധാനമന്ത്രി ആ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ അദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ളതാണ് പ്രശ്നം. അപ്പം ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഈ തരത്തിലുള്ള മുൻവിധിയോടുകൂടിയുള്ള സമീപനം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുലർത്തിയാൽ അത് വിദ്വേഷത്തിനപ്പുറത്തുള്ള മറ്റെന്താണ്? പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ളതല്ല. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിനെതിരായിട്ടുള്ളതാണ്. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ളതാണ്, അതല്ലാതെ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ളതല്ല. ശ്രമങ്ങൾക്ക് പിന്നിൽ ബിജെപിയുടെ വ്യാഖ്യാനങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ശ്രീ ജെയ്സി തോമസ്, പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിങ്ങളെ ഉന്നം വെച്ചിട്ടല്ല കോൺഗ്രസിനെ കുറിച്ചാണ് എന്ന് BJP പറയുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, ഈ പ്രഭാഷണത്തെ സംബന്ധിച്ച്
അതിൻ്റെ ഒരു സൂക്ഷ്മതയിലേക്ക് ദീർഘസമയമെടുത്തുകൊണ്ട് BJP സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരുമായി നമ്മളിരുന്ന് തർക്കിച്ചതുകൊണ്ടോ സംവാദത്തിൽ ഏർപ്പെട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? സാധാരണഗതിയിൽ നമുക്ക് പരിമിതമായ രാഷ്ട്രീയ പ്രവർത്തന അനുഭവമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനും നമ്മുടെ നാട്ടിലെ പല ആളുകളും ധരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും നിലവാരവും അന്തസ്സുമില്ലാത്ത RSSകാർ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണൂ എന്നുള്ളതാണ്. എന്നാൽ കേരളത്തെക്കാളും നിലവാരവും അന്തസ്സുമില്ലാത്തൊരു RSSകാരൻ ഗുജറാത്തിലുണ്ടെന്നും അങ്ങനെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയെന്നും മാത്രം ഇന്നത്തോടുകൂടെ ഇന്ത്യക്കാകെ ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇത് മതന്യൂനപക്ഷ വിഭാഗവും മതഭൂരിപക്ഷ വിഭാഗവും എന്ന് വേർതിരിച്ച് കാണേണ്ട, ഇതൊരു ഹിന്ദു മുസ്ലിം സംവാദം തർക്കം എന്ന നിലയിലേക്കല്ല ഈ ചർച്ചയെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. BJP പ്രതിനിധിയെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പരിശ്രമമാകുകയും. ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയുടെ അനുഭവം എന്താണ്? ഏതെങ്കിലും ഒരു സമുദായത്തെ, ഒരു മതവിഭാഗത്തെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആകെ ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത് അവരുടെ മാത്രം ഒരു സാമുദായിക പ്രശ്നമാണോ? നിങ്ങളത് പരിശോധിച്ച് നോക്ക്. ഇന്നയോളമുള്ള ലോകത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയല്ല. ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ച് വംശഹത്യ നടത്താൻ നിങ്ങൾ ശ്രമിച്ചാലും, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ, ജാതിയെ, മതത്തെ ലക്ഷ്യം വെച്ച് അവരെ കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ചാലും ഇന്ത്യ പ്രതികരിക്കാറുള്ളത് ഒറ്റക്കെട്ടായിട്ടാണ്. അത് ഞങ്ങളുടെ പ്രശ്നമാണ്. മനുഷ്യരായി പറഞ്ഞ വിവിധ സമുദായങ്ങളുടെ, വിവിധ മതവിശ്വാസങ്ങളുടെ, വിവിധ ജാതികളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും ജീവിതത്തിന് നേരെയുള്ള വെല്ലുവിളി എന്ന നിലയിൽ തന്നെയാണ് ആ പ്രശ്നത്തെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും കാണുകയും ചെയ്യുന്നത്. പ്രസംഗത്തിലെ വരി എന്താണ്? അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? BJPയുടെ പ്രതിനിധി, അങ്ങേക്ക് മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെലക്റ്റീവ് ശ്രദ്ധക്കുറവും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ കാണാതിരിക്കാനുള്ള സെലക്റ്റീവ് തിമിരവും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടെന്നറിയാം. രാജ്യത്തിലെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകണമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ? ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യയിലെ അന്തസ്സുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതത്തിന് നേർക്കുള്ള പ്രശ്നമാണ്. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. RSS ഇതിനെ കാണുന്നത് ഇതൊരു പ്രത്യേക സമുദായത്തെ ആയതുകൊണ്ട് ആ സമുദായത്തെ മാത്രം, ഒരു മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ അങ്ങ് ഒറ്റപ്പെടുത്തി ഇപ്പറേ ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം സൃഷ്ടിച്ച് അങ്ങനെ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് വഴി ഒരിക്കൽ കൂടെ പാർലമെന്റിലേക്കോ പഞ്ചായത്തിലേക്കോ ജയിച്ചു കയറാമെന്നുള്ളതാണ്. BJP പ്രതിനിധി അങ്ങ് അക്കമിട്ട് വെച്ചു. ഏതെങ്കിലും ഒരു സമുദായത്തെ ചൂണ്ടിക്കാട്ടി, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ചൂണ്ടിക്കാട്ടി, പ്രത്യേകിച്ച് മുസ്ലിമിനെ ചൂണ്ടിക്കാട്ടി അവരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അവരെ കള്ളന്മാരെന്നും അവരെ കൂടുതൽ മക്കളുള്ളവെന്നും എങ്ങാനും പുലമ്പുന്നവൻ നമ്മുടെ നാട്ടിലെ ലോക്കൽ വർഗീയവാദിയാവട്ടെ, അന്തർദേശീയ വർഗീയവാദിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആവട്ടെ, അവരുടെയൊന്നും പുലമ്പലിന് ഈ നാട്ടിൽ കാലിനടിയിൽ തുപ്പിക്കളയുന്ന പുല്ലിന്റെ പോലും വിലയുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ചോരയും ജീവനും കൊടുത്ത് ഇത്തരം അനുഭവങ്ങളെ പ്രതിരോധിച്ചിട്ടാണ് ഇന്നത്തെ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ വർഗീയവാദം പല കാലയളവിലും ഇന്ത്യയും നമ്മുടെ നാടിന്റെ മറ്റു പല പ്രദേശങ്ങളും നേരിട്ടിട്ടുണ്ട്. അതിനൊക്കെ മുമ്പിൽ നമ്മൾ തലകുനിച്ചോ? അതിനൊക്കെ മുമ്പിൽ നമ്മൾ കീഴടങ്ങിയോ? നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തൊരു കൂട്ടരുണ്ടായിരുന്നല്ലോ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാര്. അവരുടെ പോളിസിയല്ലേ ഡിവൈഡ് ആൻഡ് റൂള്? ഷൂ വൃത്തിയാക്കി കൊടുത്തതിന്റെ പാരമ്പര്യം എന്ന വണ്ണം വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പദ്ധതിയെ ഇപ്പോൾ ഇന്ത്യൻ ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള പാദസേവകരായിട്ടുള്ള ഷൂ വൃത്തിയാക്കൽ സംഘമായിട്ടുള്ള നിങ്ങൾ അത് ഇന്ത്യയിൽ വീണ്ടും നടപ്പിൽ വരുത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ഓർമ്മിക്കേണ്ട 2-3 പേരുകളുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഈ തന്ത്രം നടപ്പിലാക്കിയപ്പോൾ കേരളം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുക്കുന്നതിന്റെ തിരക്കിനിടയിൽ നിങ്ങൾ ആ ചരിത്രം നോക്കിയിട്ടില്ല. കേരളത്തിൽ ആദ്യം രക്തസാക്ഷിത്വം ഭരിച്ചത് ചാത്തുക്കുട്ടിയോടൊപ്പം തലശ്ശേരിയിൽ അബുവാണ്. അബുവും ചാത്തുക്കുട്ടിയുമാണ് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രത്തിനെതിരെ കേരളത്തിൽ ഒരുമിച്ച് രക്തസാക്ഷിത്വം ഭരിച്ചത്. അങ്ങ് ഓർക്കുന്നില്ലേ? വക്കം അബ്ദുൽ ഖാദർ ആരോടൊപ്പമാണ് തൂക്കുകയറിലേക്ക് നടന്നു കയറിയത്? സത്യവർദ്ധൻ, ആനന്ദൻ, ഫൗജ സിംഗ്, ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, മതഭൂരിപക്ഷത്തിൽപ്പെട്ടവർ ഒരുമിച്ച് കൈകൾ കോർത്തിട്ടാണ് നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ഭിന്നിപ്പിക്കൽ സ്വരത്തിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം ഭരിച്ചത്. നമ്മുടെ കാസർഗോഡ് കയ്യൂര് എങ്ങനെയാണ് ONV പാട്ടെഴുതിയിട്ടുണ്ട്, ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ 4 കടാദീപങ്ങൾ. BJP പ്രതിനിധി ഓർമ്മിക്കണം, അങ്ങയുടെ പൂർവികർ
ഷൂ വൃത്തിയാക്കി കൊടുത്ത ബ്രിട്ടീഷുകാർ അന്ന് ഭിന്നിപ്പിക്കൽ തന്ത്രം ഇതേപോലെ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചപ്പോൾ മടത്തിൽ അപ്പവും പള്ളിക്കൽ അബൂബക്കറും പെടോര കുഞ്ഞമ്പു നായരും കൊയ്ത്താറ്റിൽ ചിരികണ്ഠനും ഒരുമിച്ചാണ് വ്യത്യസ്ത മതജാതി സാമുദായിക ശക്തികളിൽ പെട്ടവർ ഒരുമിച്ചാണ് നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരന്റെ, അതായത് നിങ്ങളുടെ മൂത്താപ്പമാരുടെ ഈ ഭിന്നിപ്പിക്കൽ സ്വരത്തിനെതിരെ ഒരുമിച്ച് ജയിൽ മുറികളിലേക്കും കഴിമരത്തിലേക്കും നടന്നു കയറിയത്. അതുകൊണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ പോയി നിന്ന് ഇങ്ങനെ 10 പ്രസംഗം നടത്തി ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി ഇപ്പൊ പഞ്ചായത്തിലേക്കും അല്ല പാർലമെന്റ് 10 സീറ്റിലേക്കും കയറാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ താൽക്കാലികമായ വിജയത്തിനപ്പുറം ആത്യന്തികമായി നിങ്ങൾ പരാജയപ്പെടും. ഇതിനേക്കാൾ വലിയ വിജയം നേടിയിട്ടുള്ള ലോകത്തിലെ സംഘടിത കൊലയാളി സംഘത്തിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ഇറ്റലിയിലെ മിലാനിൽ തെരുവ് വിളക്കിന്റെ ചുവട്ടിൽ നായ്ക്കൾ നക്കിക്കുടിച്ച രക്തത്തിന്റെ പ്രതീകമായി മാറിയ മുസോളിനിയാണ്. മറ്റൊരാൾ സ്വന്തം ജീവിത പങ്കാളിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ് സ്വയം ആത്മാഹുതി ചെയ്യേണ്ട വന്ന ഹിറ്റ്ലറാണ്. ഈ ചരിത്രമൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. വൃത്തിയാക്കി കൊടുക്കുകയും ആ സംഘത്തിൽ നിന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള പ്രത്യയശാസ്ത്രം ആർജിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക്, ചരിത്രത്തിന്റെ ശ്മശാനത്തിലേക്ക് മനുഷ്യത്വപൂർണ്ണമായ ലോകമെമ്പാടുമുള്ള ഇന്ത്യയിലുള്ള മനുഷ്യ സമുദായത്തിനുള്ളത്. ആ ചരിത്രം നിങ്ങളെയും മ്യൂസിയത്തിനുള്ള ഫോസിലുകളാക്കും. നാളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്താകാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസോ ഇടതുപക്ഷമോ ഇടതുപക്ഷ വിരുദ്ധമോ ഏതുമാവട്ടെ, പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ജനപ്രതിനിധിയും എന്താകാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കുക. നിങ്ങളുടെ RSSന്റെ പ്രചാരകൻ നരേന്ദ്രമോദി നടത്തിയ കൊലപാതക സമാനമായ വംശഹത്യക്ക് പ്രേരണ നൽകുന്ന ഈ വർഗീയ വിഷത്തെ നോക്കിയിട്ടായിരിക്കും. ഇസ്ലാമിക വിരുദ്ധമായ മറുപടി പറയാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട്. ആ ചരിത്രം പഠിച്ചു വരുന്ന കുട്ടികൾ എല്ലാ കാലവും ശ്മശാനത്തിനുള്ളിലാണ്. എല്ലാ കാലവും ശരിയല്ല, എല്ലാവർക്കും പറയണ്ടേ. ഇതിപ്പോ BJP അല്ലേ റിസീവിംഗ് ഉണ്ടല്ലോ, അവരല്ലേ മറുപടി പറയേണ്ടത്. ആലോചിച്ചുകൊള്ളൂ. താൽക്കാലികമായ വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. മഹാപരാജയത്തിലേക്കാണ് സമയത്തിന്റെ മേജർ പോർഷനും എടുത്തിട്ട് പോയത്. ഇല്ല, അങ്ങനെയില്ല. അതിന്റെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് അവരല്ലേ മറുപടി പറയേണ്ടത്. നിങ്ങൾ ചോദ്യം ചോദിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്ന പൊസിഷനിലല്ലേ, അതുകൊണ്ടാണ്. ശങ്കു ഒന്ന് മറുപടി പറയാം. രണ്ട്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുക്കുമെന്ന് പറയുന്നു, അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗല്യ സൂത്രം പൊട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടോ? പറയൂ ശങ്കു, പറയും. നോക്കൂ, ആദ്യം ഇവിടെ ജയിക്കൊരു മുഴുനീള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. അങ്ങോട്ട് പറയുന്നു അദ്ദേഹം കേൾക്കുന്ന പോലുമില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗം വായിക്കുകയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും ഒരു വളരെ എന്താ പറയുക, ഒരു പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്ന മട്ടിലായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അതുകൊണ്ട് തന്നെ അസാധ്യവുമാണ്. കാരണം അത്രയേറെ ദീർഘമായിരുന്നു ആ പ്രഭാഷണം. പക്ഷേ അദ്ദേഹം തുടർച്ചയായിട്ട് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ ഷൂ നക്കി, നിങ്ങൾ ചെരുപ്പ് നക്കി, നിങ്ങളുടെ എന്താണ് മൂത്താപ്പന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ നക്കിയാണ്. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയത് ആരാണെന്നും അവരുടെ അനുഭവം മേടിച്ചിട്ട് നിരോധനം നീക്കിയത് ആരാണെന്നും അവർക്ക് വേണ്ടി നൃത്യങ്ങൾ അവതരിപ്പിച്ചത് ആരാണെന്നും അവർക്ക് സ്ഥിരമായിട്ട് കത്തുകളും കുറിമാനങ്ങളും അയച്ചത് ആരാണെന്നൊക്കെ ഇപ്പോൾ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. 1934 ഏർപ്പെടുത്തിയിരുന്ന നിരോധനം 1942 പെട്ടെന്ന് പിൻവലിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നതും അതിൻ്റെ നന്ദി സൂചകമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നതും അതിൻ്റെ പേരിൽ ഗാന്ധി തന്നെ നേരിട്ട് വിമർശിക്കുന്നതും ടോട്ടൽ ഹാമിനും അതുപോലെ തന്നെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഈ പറയുന്ന PC ജോഷി എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി കത്തുകൾ അയച്ചതും നിങ്ങൾ ഞങ്ങളുടെ പേരിലുള്ള നിരോധനം നീക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടാള ക്യാമ്പിലുള്ള ആളുകളുടെ വിനോദത്തിന് വേണ്ടി ഞങ്ങളുടെ കേഡർമാർ നൃത്യങ്ങൾ അവതരിപ്പിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുത്തതും ഇതൊക്കെ ചെയ്തതാരാണ്? ഇവരുടെ അടുത്ത് ഫണ്ട് മേടിച്ച് പീപ്പിൾസ് റിപ്പബ്ലിക്കും ദേശാഭിമാനിയും അച്ചടിച്ചതും ഒക്കെ ആരാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ സ്വന്തം പാരമ്പര്യത്തിൽ സ്വന്തം ചരിത്രത്തിലുള്ള ഈ ബ്രിട്ടീഷ് വിധേയത്വത്തിൻ്റെ നാണം കെട്ട ചരിത്രം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഭയപ്പെട്ടുകൊണ്ട് അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നിങ്ങളുടെ ഈ പരിശ്രമത്തെ ആളുകൾ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫെസ്റ്റിവലിൽ വെച്ച് പറഞ്ഞു. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അതിന് തയ്യാറാവണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹൈദരാബാദിലെ റാലിയിൽ പ്രസംഗിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അത് ഒരു ഫാക്ച്വൽ എററാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് യുവരാജ് ഷെഹസാദ പറഞ്ഞു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഹൈദരാബാദിലെ റാലിയിൽ നടത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ ഞാൻ പറയുന്നത് ഇത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മാത്രം ഉന്നയിക്കുന്ന വിമർശനമല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ മോണിക്ക ഹെലൻ എഴുതിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൽ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വെൽത്ത് ആണോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതോ നിങ്ങൾ അസറ്റ്സ് ആണോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഈ പറയുന്ന മൊത്തം അസറ്റ്സിൻ്റെയോ വെൽത്തിൻ്റെയോ കണക്ക് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? ഇനി അഥവാ വെൽത്ത് നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ മൈനോറിറ്റി സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ എക്സെപ്ഷൻ കൊടുക്കുമോ? കാരണം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമായിട്ടുള്ള സ്വത്തുവകകൾ കൈവശം വെക്കുന്നുണ്ട്. ആ പറയുന്ന സ്വത്തുവകകളൊക്കെ സംരക്ഷിക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ മറ്റൊരു ഭാഗത്ത് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഇത് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മൈനോറിറ്റി സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഇളവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഈ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം പ്രകാരം 1.69 ലാക്ക് ആണല്ലോ, 1,69,000 രൂപയാണല്ലോ ഈ പറയുന്ന ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ പണമുള്ള എല്ലാ ആളുകളുടെയും പണം നിങ്ങൾ പിടിച്ചെടുത്തിട്ട് ഇതിന്റെ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അഥവാ ഈ പറയുന്ന ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളെ മാത്രമാണോ നിങ്ങൾ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഇങ്ങനെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ സാമ്പത്തിക വിദഗ്ധന്മാർ വരെ ഉന്നയിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മുന്നേ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ശംഖു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഏ കോൺഗ്രസ് കാ മാനിഫെസ്റ്റോ കെ രഹാ ഹേ कि वो मादोम और बहनों के सोने के हिसाब करेंगे എന്നാണ് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചത്. അപ്പോ അഭിലാഷ് അദ്ദേഹത്തിന്റെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രധാനമന്ത്രിയുടെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതായത് ഈ പറയുന്ന അർബൻ നക്സലുകൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇവിടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ അൾട്രാ ലെഫ്റ്റിസ്റ്റ് സോഷ്യലിസ്റ്റ് അജണ്ടയാണ്. മുന്നേ കോൺഗ്രസിനെ ഒരു ബാക്ക് സീറ്റിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ സൂത്രം പൊട്ടിക്കുന്നതാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗല്യ സൂത്രം പൊട്ടിക്കാൻ പോവാണ്, താലി പൊട്ടിക്കാൻ പോവാണെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണോ അതിനെ ന്യായീകരിക്കേണ്ടത്. പക്ഷേ പഴയവളം മധു, ഇനി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞോളൂ. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയെ ആധാരമാക്കി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് ഇവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി. അതിനിപ്പോ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട് അയച്ചു കൊടുക്കും, നേരിട്ട് വേണേ കൊണ്ടു കൊടുക്കാന്ന്. അഭിലാഷേ, ഞങ്ങളുടെ പ്രകടന പത്രിക പറയുന്നത് യുവാക്കൾ, വനിതകൾ, കർഷകർ, ഗോത്രവർഗ്ഗക്കാർ, മധ്യവർഗ്ഗക്കാർ, തൊഴിലാളികൾ, ഏറ്റവും സാധുക്കളായിട്ടുള്ള മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, ഇവരെക്കുറിച്ചാണ് ഞങ്ങളുടെ പ്രകടന പത്രിക പറയുന്നത്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരിടത്ത് പോലും മുസ്ലിം എന്നോ ഹിന്ദു എന്നോ പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്. താങ്കൾ തന്നെ പറഞ്ഞ പോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഇവിടെ ഈ ശങ്കുട്ടി ദാസോട് ഞാൻ ചോദിക്കട്ടെ. ശങ്കു, നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിലയിരുത്തരുത്. 20% ഇന്ത്യൻ മുസ്ലിങ്ങളിൽ 80% വരുന്നവർ ഈ ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന ഏറ്റവും പാവങ്ങളാണ്, സാധുക്കളാണ്, കിടപ്പാടമില്ലാത്തവർ. അവരാരും വ്യവസായികളല്ല, ഏറ്റവും പട്ടിണി പാവങ്ങളാണ്. വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി അവർ പിന്നോക്കം നിൽക്കുകയാണ്. അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളെ ഒരു മുസ്ലിം പാർട്ടിയായി നിങ്ങൾ ചിത്രീകരിച്ചതുകൊണ്ട് ഞങ്ങളാരും പിന്മാറാൻ പോകുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിൽ എല്ലാ മതക്കാരുടെയും വികാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി നഗ്നമായ വർഗീയ ജാതീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇലക്ഷൻ തലേന്ന് നടത്തുന്ന ഈ പ്രസംഗം പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് അന്തസ്സുള്ള ഒരാളും പറയരുതാത്തതാണ്. ലോകത്തൊരു പ്രധാനമന്ത്രിയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള പ്രധാനമന്ത്രി സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക? ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഗാന്ധിയാണോ? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എത്ര ഹേറ്റ് സ്പീച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. അതൊന്നും വിലപ്പോകുന്നില്ല. നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞല്ലോ പൈപ്പ് ലൈൻ കൊടുത്തു, വെള്ളം കൊടുത്തു, ഗ്യാസ് കൊടുത്തു. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് അദ്ദേഹം നടത്തിയ ഭരണത്തിൻ്റെ ഫലമായി സമൂഹത്തിലെ ഇന്ന വിഭാഗങ്ങൾക്ക് ഇന്ന മേന്മയുണ്ടായി, രാജ്യവികാസം ഇത്രയുണ്ടായി എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞില്ല നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത്. ക്ഷേത്രം പോയി,
ജനങ്ങൾ ശ്രദ്ധയിൽ നിന്ന് പോയി. ഇപ്പൊ ജാതീയമായ ധ്രുവീകരണം ഒരിക്കൽ കൂടി നടത്തി. തെരഞ്ഞെടുപ്പ് പരാജയം മുഖാമുഖം കാണുന്ന പ്രധാനമന്ത്രിയുടെ പരാജയ ഭീതിയുടെ ഏറ്റവും വികൃതമായ ഒരാവിഷ്കാരമാണിത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ പിന്താങ്ങേണ്ടി വരും, അത് നിങ്ങൾക്ക് താങ്ങേണ്ടി വരും. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങൾ ആര് നിങ്ങളോട് പറഞ്ഞു? പൗരത്വത്തിന് അടിസ്ഥാനമായി നിങ്ങൾ മതത്തെ ഉൾപ്പെടുത്തുന്നു, അത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസ് നിലപാട്. പൗരത്വത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് മാത്രം നിങ്ങൾ പൗരത്വം കൊടുക്കാം എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ഇന്ത്യയുടെ പരമമായ പൗരസ്വാതന്ത്ര്യത്തെ, ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ, പൗരത്വത്തിന്റെ നിർവചനത്തെ ഹനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. ഇന്ത്യയിൽ ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെട്ടോ നിങ്ങൾ ചോദിച്ചു. ആസാമിൽ 10 ലക്ഷം ആൾക്കാർക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ പ്രധാനമന്ത്രി സംസ്കാര ശൂന്യനാണ്. ആ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല. നിങ്ങൾ ഞങ്ങളെ മുസ്ലിങ്ങളുടെ പാർട്ടിയായി ചിത്രീകരിച്ചാൽ, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി അതിൽ സത്യമില്ല. ഞങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും അനീതി ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. യുവാക്കളുടെ നീതി, കർഷകരുടെ നീതി, സ്ത്രീകളുടെ നീതി. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, നിർധനരായ സ്ത്രീകൾക്ക്, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് 1 വർഷം 1 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ്. അപ്രന്റീസ്ഷിപ്പ് യുവാക്കൾക്ക് കൊടുത്ത് 1 വർഷം 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് ശ്രീ പഴകുളം മധു വിശദീകരിക്കുന്നു. ഓക്കെ, ശ്രീ ജെയ്ക്സി തോമസ്, ഞാൻ ഇതിനെ കാണുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നത്, ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം എന്ന് മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കാരണവശാലും ഒരു നേതാവും ഉന്നയിക്കാൻ പാടില്ലാത്ത പരാമർശം എന്നുള്ളതാണ് ഇവിടെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. നമുക്കൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വേണമല്ലോ. ഇത്ര വലിയ ഒരു സ്പീച്ച് ഉണ്ടായിട്ട് അത് ഈ നിലയ്ക്കുള്ള ഇത്രയും ഡിവിഷൻ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ആയതിനു ശേഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്ര വീക്കാണ് എന്ന ജനാധിപത്യത്തെക്കുറിച്ച് തന്നെയുള്ള ആശങ്ക ഉണ്ടാക്കുന്നതാണോ? നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും ചെറിയ സാങ്കേതിക തകരാർ നേരിട്ടുകൊണ്ട് കോൺഗ്രസ് BJP പ്രതിനിധികളുടെ ഒരു പ്രതികരണം എന്താണെന്ന് പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സാധാരണഗതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല. അതായത് സാധാരണഗതിയിൽ മതവിശ്വാസികളായ വിവിധ മതങ്ങളിൽ പെടുന്ന ആളുകളെ കൊല്ലാനും കലാപം നടത്താനും പലായനത്തിനും നേതൃത്വം നൽകുന്ന വിദ്വേഷജനകമായ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന വർഗീയവാദികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് നൽകിയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടായിട്ടുള്ളതുമാണ് പല നേതാക്കന്മാർക്കുമെതിരെ. പക്ഷേ ഈ അവസരത്തിലേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ്? ഇന്ത്യയുടെ പല ഭരണഘടനാ പദവികളും പല ഭരണഘടനാ സ്ഥാപനങ്ങളും RSS വിദഗ്ധമായി വർഗീയവൽക്കരിച്ചെടുക്കുന്നത് പോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി സംഘപരിവാർ ശാഖയിലെ അടിമ സംഘത്തെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് വേണം കാണാൻ. സമീപ ദിവസങ്ങൾക്കപ്പുറം നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതിയൊക്കെ സംബന്ധിച്ചുള്ള വാർത്തകളും അതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അവശേഷിക്കുന്ന അക്കാര്യത്തിലെ സുപ്രധാനമായ ഒരു സാന്നിധ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ന്യായാധിപ സംഘത്തിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഇതിന്റെ പ്രതീകമായ ആളുകൾ എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതോ, സുപ്രീം കോടതിയുടെ ന്യായാധിപ സംഘത്തിന്റെ പ്രതിനിധിയെ പോലും ഒഴിവാക്കി പരിപൂർണമായി സംഘപരിവാർ വിടുവേല ചെയ്യുന്ന RSSന് ദാസ്യപ്പണി എടുക്കുന്ന ഒരു സംഘമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘപരിവാരും ചേർത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് സ്വാഭാവികമായും സത്യസന്ധമായും ഒരു പ്രതികരണം ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നതിനെതിരെ ഇന്ത്യയെ വിഭജിതമാക്കുവാനും മനുഷ്യന്മാരെ തമ്മിത്തല്ലിച്ച് നിരപരാധികളായ മനുഷ്യരുടെ ചോര കുടിക്കാനും ഇടവരുത്തുന്ന ഇത്തരം വർഗീയ പേക്കൂത്തിനെതിരെ ഒരു നാവനക്കുവാൻ, ഒരു വിരൽ അമർത്തുവാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേവരെ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ അർത്ഥതലം RSSന്റെ അടിമ സംഘമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ പ്രധാനമന്ത്രി സംഘവും മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കാര്യത്തിലും പാഠപുസ്തകത്തിൻ്റെ സിലബസ് രൂപീകരണ സമിതികളിലും ഇന്ത്യൻ സർവകലാശാലകളുടെ അനുഭവങ്ങളിലും മറ്റു ജീവിത സംബന്ധമായ പല മേഖലകളുടെയും ഭരണഘടനാ നിർമ്മാണ അതോറിറ്റിയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ ഇതുതന്നെയാണ് ഇക്കൂട്ടർ ചെയ്തിട്ടുള്ളത്.
ആ കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാടിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനം ഒറ്റക്കെട്ടായി എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരെ, ഒരു മതത്തിലും പെടാത്തവരെ ഈ വിദ്വേഷ പ്രചരണത്തിനെതിരെ, ഈ വർഗീയ വിഷത്തിനെതിരെ സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് പോവുക എന്നത് മാത്രമാണ്. ശരി, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പറയാം ചർച്ചയിലേക്ക്. ശ്രീ ശങ്കുട്ടിദാസ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. അത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇതുപോലെ ഒരു പ്രസംഗം നടത്തിയിട്ട് അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ ഇല്ല എങ്കിൽ എന്താകും പൊതുസമൂഹം കരുതുക? നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇസിയുടെ, ഇലക്ഷൻ കമ്മീഷന്റെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് അവസ്ഥയെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടെങ്കിൽ ഈ ഇലക്ഷന്റെ ഫെയർനെസ് തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ? നോക്കൂ, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട എന്താണ് ഈ പ്രസ്താവനയിലുള്ളത്? അദ്ദേഹം മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. ശരി, ഇനി ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, സ്വാഭാവികമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ച് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താമെന്നോ NDA മുന്നണിയെ താഴെ ഇറക്കാമെന്നോ അങ്ങനെ അധികാരത്തിലേറാമെന്നോ എന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്ക് ഇപ്പോൾ ഇല്ല. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്തുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എളുപ്പത്തിൽ കാര്യം നേടാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ്. കഴിഞ്ഞ തവണ 2014 എനിക്ക് ഓർമ്മയുണ്ട്, നരേന്ദ്രമോദി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പോൾ താമര ചിഹ്നം ഷർട്ടിൽ കുത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇലക്ഷൻ സിംബൽസ് പ്രദർശിപ്പിച്ചു എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാൻ നോക്കിയിരുന്നു. 2019 ഇതുപോലെ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ കാണിക്കുന്നത് കരുത്തിന്റെ ബലത്തിൽ, മുന്നണിയുടെ കരുത്തിന്റെ ബലത്തിൽ, രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ ബലത്തിൽ, മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ബലത്തിൽ BJPയോടോ നരേന്ദ്രമോദിയോടോ ഡയറക്ട്ലി ഫൈറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നോ BJPയെ താഴെ ഇറക്കാമെന്നോ അധികാരത്തിൽ കയറാമെന്നോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് ആരോപിക്കുക, അദ്ദേഹം പറയാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങളെ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ, കരുത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെയല്ലേ 406 പറഞ്ഞത്? അതിനിടയിൽ പിന്നെ വിദ്വേഷത്തിന് എന്താണ് സ്ഥാനം? ഈ കാര്യങ്ങൾ ഇത്ര എളുപ്പമാണെങ്കിൽ പിന്നെ ഒരു ഹേറ്റ് സ്പീച്ച് നടത്തേണ്ട കാര്യം എന്താ? ഇതാണ് നമ്മൾ തുടക്കം മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ പറയുന്നു ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയുന്നു, നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ ജലോറിലെയും അതേപോലെ തന്നെ ബർസ്വാനയിലെയും പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് 100% നരേന്ദ്രമോദിയുടെ ഗ്രോത്ത് സ്റ്റോറി പറയുന്നതാണ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് സ്റ്റോറി പറയുന്നതാണ്. അവിടെ ഈ പറയുന്ന 2 ജലോറിൽ എന്ത് ചെയ്തു, ബർസ്വാനയിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 800 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് വന്നു, 3,75,000 പൈപ്പ് വാട്ടർ കണക്ഷനുകൾ ഉണ്ടായി, 4 ലക്ഷം വീടുകൾ ഉണ്ടാക്കി എന്നാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഭരണ നേട്ടം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇവിടെ കോൺഗ്രസിന്റെ സംസാരിക്കുന്ന പഴകുളം മധു പറഞ്ഞു, ശ്രീമാൻ പഴകുളം മധു കോൺഗ്രസിനെ പ്രതികരിച്ച് സംസാരിക്കുന്ന ആള് പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിൽ വികസനത്തിൽ ഓരോ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എന്ന് പറയണമെന്ന്. അതായത് രാജ്യത്തിന്റെ മൊത്തം വികസനത്തിൽ മുസ്ലിങ്ങൾക്ക് ഇത്ര, ഹിന്ദുക്കൾക്ക് ഇത്ര, ക്രിസ്ത്യാനികൾക്ക് ഇത്ര, ഇങ്ങനെ വിഭജിച്ച് പറയണം. ഇവർക്ക് ജാതി സെൻസസ് നടത്തണം, ഇവർക്ക് ഓരോ സാമൂഹിക വിഭാഗങ്ങളെ അകറ്റണം. എന്നിട്ട് ഇവർ മതേതരത്വത്തിന്റെ സംരക്ഷകരാണത്രേ. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ 4 കോടി ആളുകൾക്ക് വീട് കിട്ടിയിട്ടുണ്ട്. 220 കോടി ഡോസ് വാക്സിൻ സൗജന്യമായിട്ട് വാക്സിൻ ഒരാളുടെയും മതം നോക്കിയിട്ടല്ല. 12 കോടി പൈപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തു, 11 കോടി ശൗചാലയങ്ങൾ ഉണ്ടാക്കി, 3 കോടി LPG കണക്ഷനുകൾ കൊടുത്തു. ഇതൊന്നും ആരുടെയും മതം നോക്കിയിട്ടല്ല. സബ്കാ സാത്ത് സബ്കാ വിശ്വാസ്, കർഷകർക്ക്, തൊഴിലാളികൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക് എന്തു കൊടുത്തു എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഏത് ജാതിക്ക്, എവർക്കാണ് എപ്പോഴും ജാതി? ഞങ്ങൾക്ക് ജാതിയല്ല. കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ നിങ്ങൾ അവതരിപ്പിച്ചിരുന്ന കർഷക ബജറ്റ് 25,000 കോടി എന്തായാലും വലിയ ചർച്ച ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ രാജസ്ഥാൻ പ്രസംഗം എന്നുള്ളത് വ്യക്തമാണ്. തുടർന്ന് നടപടികൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.